നിങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് വൈകിട്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുന്നത് ഒരു ദൂരമുണ്ടെങ്കിൽ വൈകിട്ട് ഭവനത്തിൽ കാത്തിരിക്കുന്ന അസ്വസ്ഥതകളെ ചെറുക്കാനുള്ള കൃപ, പ്രിയമുള്ളവരെ, ജോലി സ്ഥലത്ത് നിന്ന് വീട് വരെ എത്തുന്നതിനുള്ള ഇടയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സാധിക്കും. കാരണം യാചകന്മാരെല്ലാം വഴിവക്കിലാണ് ക്രിസ്തുവിനെ കാത്തു നിന്നത്. ക്രിസ്തു ചെന്നിടത്ത് ചെന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. ക്രിസ്തു വസിച്ച ഭവനത്തിൽ ചെന്ന് അനുഗ്രഹം പ്രാപിച്ചവരും വളരെ ചുരുക്കമാണെങ്കിൽ അവൻ പോകുന്ന വഴിയിൽ നിന്ന് അവനിൽ നിന്ന് കളക്ട് ചെയ്ത സൗഖ്യമുണ്ട്. അവൻ പോകുന്ന വഴികളിൽ അവനെ കാത്തു നിന്ന് അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവരുണ്ട്, വിടുതൽ പ്രാപിച്ചവരുണ്ട്. രക്തസ്രാവക്കാരി എന്ന് പറയുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമുണ്ട്. ഇതെല്ലാം വഴിക്കവലകളിൽ നിന്ന് കർത്താവിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ ഒരു തലമുണ്ടെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ ചെല്ലുമ്പോൾ വചനം പഠിപ്പിക്കുന്നത് പോലെ അവൻ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മർത്ത ഓടി വന്ന് അവനെ സ്വീകരിച്ചു. പ്രിയമുള്ള ദൈവജനമേ, ഓടി വന്ന് സ്വീകരിച്ചത് വീട്ടിലേക്കല്ല, കുഴിമാടത്തിലേക്കാണെന്നുള്ളതും നമ്മൾ മറക്കരുത്. കുഴിമാടത്തിലേക്ക് ചെന്നിട്ട് അവനെ കൊണ്ടുപോകും വഴി കർത്താവിനോട് പറയുന്നുണ്ട്, നീ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്നൊരു ഏച്ചുകെട്ട് കർത്താവിൻ്റെ മുൻപിൽ വെച്ചു കൊടുക്കുന്നുണ്ട് മർത്ത. പ്രിയമുള്ള ദൈവജനമേ, ഇതാണ് യാത്രയിൽ സ്വീകരിക്കുന്ന അഭിഷേകമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എവിടെ വേണമെങ്കിലും സാത്താന് പ്രവർത്തിക്കാൻ പറ്റും. പ്രാർത്ഥന മുടക്കുന്ന അരൂപിയായിട്ട് കടന്നു വന്നുകൊണ്ട് അവന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അവന് പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾ സീൽ ചെയ്യണം, നിങ്ങളതിനെ ക്ലോസ് ചെയ്യണം. ചില ഡോറ് ക്ലോസ് ചെയ്ത് ചില ഡോർ ഓപ്പൺ ചെയ്യേണ്ട സമയമാണ് നിങ്ങളുടേത്. ഓരോ പ്രായത്തിനനുസരിച്ച്, ഓരോ പ്രായത്തിൻ്റെ പ്രലോഭനങ്ങൾക്കനുസരിച്ച് ചില വാതിലുകൾ അടച്ചില്ലെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, പ്രവേശിക്കാനിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമല്ല. കാരണം ക്രിസ്തു കടന്നു വരുന്നത് വാതിലിൽ മുട്ടിയാണെങ്കിൽ സാത്താൻ കടന്നു വരുന്നത് മുട്ടാതെയാ. പ്രവേശിച്ചതിന് ശേഷമേ നീ അറിയുള്ളൂ സാത്താൻ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം കർത്താവ് വരുന്നത് പറഞ്ഞെന്താ, ഞാൻ വാതിലിൽ മുട്ടും, എൻ്റെ സ്വരം കേട്ട് നീ തുറന്നാൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും. ഹല്ലേലൂയ.